ആരും ഒന്നും വാങ്ങിയില്ലല്ലോ. ഇതൊക്കെ വിറ്റ പൈസക്കാണ് നോമ്പുറക്കുള്ള സാധനം വാങ്ങിയ. അമ്മയും അനിയനൊക്കെ ഇപ്പൊ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ചേച്ചി നിർത്ത്, ചേച്ചി നിർത്ത്, നിർത്ത് ചേച്ചി. എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കോ ചേച്ചി. ഇതെന്താ? ലോട്ടറി ഉണ്ട്, പത്രം ഉണ്ട്, എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കോ. വേണ്ട, എനിക്ക് നോമ്പുറക്കുള്ള സാധനം വാങ്ങിക്കാനാ ചേച്ചി. വേണ്ട വേണ്ട, ഈ പത്രമെങ്കിലും വാങ്ങിക്കോ. വേണ്ട മോളെ, ചേച്ചിക്ക് ഇതൊന്നും വേണ്ട കേട്ടോ. വേറെ ആരെങ്കിലും മേടിച്ചോളൂ. അവര് മേടിക്കുന്നില്ലല്ലോ. ചേച്ചി ചേച്ചി. എന്താ മോളെ? എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കോ ചേച്ചി. എന്താ? എനിക്ക് നോമ്പുറക്കുള്ള എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കാനാ. ഈ ലോട്ടറിയോ അല്ലെങ്കിൽ പത്രം എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കോ ചേച്ചി. ലോട്ടറി എത്രയാ? ലോട്ടറി 50 രൂപ. മോൾക്ക് സ്കൂളില്ലേ? സ്കൂളിൽ പോക്കില്ലേ? സ്കൂള് വിട്ടിട്ടാ ചേച്ചി ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. വിറ്റോ? കുറച്ചെണ്ണം വിറ്റോ? പിന്നെ ആരും ഒരാള് പറ്റിച്ചെന്ന് തോന്നുന്നു. എന്ത് ചെയ്തു? ലോട്ടറി എടുത്ത് 25 രൂപ തന്നത്. മോൾക്ക് ഈ പൈസ അവിടെ കൊടുക്കേണ്ടി വരില്ലേ? ഞാൻ ആകെ പേടിച്ചിരിക്ക. അയ്യോ മോളെ, മോള് നോക്കിയിട്ട് വേണ്ടേ ലോട്ടറി കൊടുക്കണെങ്കിൽ. അപ്പൊ മോൾക്ക് ലോട്ടറിന്റെ പൈസ എത്ര അവിടെ കൊടുക്കണം? 5 ലോട്ടറി 25 രൂപ നന്നിട്ട് പോയാലോ? എന്നിട്ട് എന്താ പറഞ്ഞേ? അവര് പോക്കറ്റിൽ ഇത് പിടിക്കുന്നു പറഞ്ഞു പോയതാ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അയ്യോ മോള് നോമ്പ് കൊടുത്തിട്ടല്ലേ ലോട്ടറി വെക്കാൻ വന്നിരിക്കുന്നത്? ഇത് ആരെങ്ങനെ പറ്റിച്ചിട്ട് പോയതാ കുട്ടിന്? ഇനിയിപ്പോ എത്ര പൈസ ലോട്ടറിന്റെ അവിടെ കൊടുക്കണം? 250 രൂപ. 200 രൂപ അവർക്കും 50 രൂപ എന്റെ കമ്മീഷനും. മോളെ മോള് എന്താക്കും ഇപ്പൊ? ചേച്ചി എന്തെങ്കിലും ഒന്ന് എടുത്ത് ചേച്ചി. ഞാൻ എടുത്തോളാം മോളെ, എനിക്ക് ലോട്ടറി ഇല്ലെങ്കിലും വേണ്ടില്ല. മോളൊരു കാര്യം ചെയ്യും, പൈസ അവിടെ കൊടുക്കാനുള്ളത് കൊടുക്കട്ടോ. അയ്യോ ചേച്ചി, എന്തെങ്കിലും ലോട്ടറി. ലോട്ടറി എടുത്തു, ബാക്കി പൈസ മോള് വെച്ചോട്ടാ. അയ്യോ ചേച്ചി. സാരമില്ല, വെച്ചോ, സാരമില്ല. ഇനി ലോട്ടറി കൊടുക്കുമ്പോ നോക്കിയിട്ട് വേണം കേട്ടോ കൊടുക്കണമെങ്കിൽ. ഇതുപോലെ പറ്റിക്കുന്നവര് ഒരുപാട് ആൾക്കാരുണ്ടാവും. സാരമില്ല, ഒരിക്കലും മറക്കില്ല. സാരമില്ല. സാർ